ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും രാവിലെ ഞാൻ വെളുപ്പിന് എണീച്ച് ഫ്ലിക്സ് ബസ്സിന് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മിലാന്ന് ഞാൻ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ ആദിത്യ ഉണ്ട്. ഓക്കെ ആദിത്യ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. അവൾക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. വെളുപ്പം കാലത്ത് അവള് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാൻ എന്താ എൻ്റെ ബാക്കി കാണുന്ന ഫ്ലിക്സ് ബസ്സിൽ ഞാൻ റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് 10.5 മണിക്കൂറുണ്ട്. ഇപ്പോൾ സമയം 8 മണി, വൈകുന്നേരം 6:35 എത്തുള്ളൂ. അത്രയും ടൈം ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഫൈനലി ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട്. ഒരു 10.5 മണിക്കൂറോളം ഞാൻ ട്രാവൽ ചെയ്ത്. ആക്ച്വലി ഞാൻ ഡെഡാണ്. ലാസ്റ്റൊക്കെ ജർമ്മനിയിൽ കുറേ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ടയർഡായില്ല. പക്ഷെ ഇവിടെ എന്താ അല്ല, ബസ്സിന് പോയിട്ടാണ് ഒരൊറ്റ ഇരിപ്പിരുന്നിട്ട് ഞാൻ ഡെഡായി പോയി. രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് 6:30 വരെയും ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഞാനിതാ ഇതെവിടെയാ ടാപ്പ് ചെയ്യണ്ട. ഓക്കെ, ഞാനിപ്പോൾ റൂമിലെത്തിയ ശേഷം ഒരു 2 ഡേയ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ഡേയ്സിൻ്റെ പാസ് എടുത്തേക്കാണ്. 12.50 യൂറോ ആണ് അതിന് വരുന്നത്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഹായ്, ഞാൻ ഉണ്ട്. കുഴപ്പമില്ല, ഹായ് ഹായ് ഗൈസ്. അപ്പോൾ ഇതെന്റെ ഫ്രണ്ട് ശ്രുതി. ഇവളെ ഓൾറെഡി എൻ്റെ ഫ്ലിക്സ് ബസ്സിൽ സിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയന്നന്ന് ഞങ്ങൾ ഒരേ ഫ്ലിക്സ് ബസ്സിലാണ് വന്നത്. അപ്പോൾ എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹായ് ഹായ്, എന്തിന്റെ ശേഷം? അലൻ, ഓ സോറി, അലൻ ഷെമിൻ. നാട്ടിലെവിടെയാ? കൊല്ലം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവല്ലേ? ഓക്കെ, വാ. അപ്പൊ ഓൾറെഡി അതെ നാട്ടിലെവിടെയാ? അത് മസ്റ്റാ. ഓക്കെ ഓക്കെ. സോ ഞാനും ശ്രുതിയും കൂടെ ഇപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നല്ലേ. അപ്പൊ നാളെ എന്റെ കൂടെ ഇവിടെ ഏതാ ഫ്രണ്ട് എനിക്കറിയാം, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ശ്രുതിനെ ഞാനിന്ന് ഹോസ്റ്റ് ചെയ്യുന്നു, എന്നെ ആ ഫ്രണ്ട് ഹോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പൊ നാളെ ഇവിടെ മൊത്തം റോമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വെച്ചു. ഞാനും ശ്രുതി ഉണ്ടാവും. സോ ഇന്ന് എന്താറില്ല, എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നില്ല. ഭയങ്കര ടയർഡായിട്ട് സത്യം പറഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അത്ര ടയർഡാ. ഫുഡായാലും അത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ബിസ്ക്കറ്റും പിന്നെ എനിക്ക് പിസ്സ മേടിച്ചിട്ട് വന്നു. ഇറ്റാലിയൻ പിസ്സ എന്നും പറഞ്ഞ് മേടിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഹാർഡായിരുന്നു. തിന്നാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് 2-3 ആയി ഞാൻ കഴിച്ചു. ബിസ്ക്കറ്റ് കഴിച്ചു. ബിസ്ക്കറ്റ് നൈസായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ഈ മെട്രോ എടുത്തിട്ട് കുറെ മെട്രോ മാറി കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. റോം എന്ന് പറയുന്നത് ഭയങ്കര വലുതാ അല്ലേ. സോ കുറെ കണ്ടു തീർക്കാനുണ്ട്. ഞാനിത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഇവർ എൻ്റെ അടുത്ത് ബാഗ് സേഫ് ആക്കി വെച്ചോ, ഫോണ് സേഫ് ആക്കി വെച്ചോ എന്ന് പറയാണ്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചോണ്ട് പോകും അല്ലേ. അപ്പോ പാരീസിലാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായി. അതിന് ശേഷം പിന്നെ കേട്ടിട്ടുണ്ടായില്ല. ഇവിടെ വന്ന് ഇന്നലെ മിലാനിലോട്ട് കേൾക്കുവാണ്. റോമിലെത്തിയപ്പോൾ അത് കൂടി ആ ഒരു കേൾക്കുന്നത്. ഞാൻ എന്നെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ അടിച്ചോണ്ട് പോയാലും ഇല്ലൊന്നും കിട്ടാനൊന്നും പോകില്ല. എന്നാലും ഒരു ക്യാമറ ഉണ്ട്, അത് മാത്രമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ. ഈ ക്യാമറ ഇതില് ക്യാമറ ഉണ്ട്, അത് മാത്രമേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി പിന്നെ തിരിച്ചു വന്ന് ഒടുക്കത്തെ വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, ലാവിഷായിട്ട് കുറെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം കിടന്നുറങ്ങിയത് 3 മണിയായി. ഞാനും ശ്രുതിയും കൂടെ കഥ പറഞ്ഞിരുന്നു. ഗുഡ് മോർണിംഗ് ശ്രുതി. ഇവിടെ ഗുഡ് മോർണിംഗ്. ഇത് ഏതാ ഭാഷ? ഇറ്റാലിയനൊക്കെ കുറച്ചറിയാട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാത്തോണ്ട് ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. സൈഡിലേക്ക് നോക്ക്, കാറ്. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്. ഞാൻ ഇവളുടെ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേര്? നാട്ടില് അങ്കമാലി. ഓക്കെ. അപ്പൊ അമ്മമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഹായ് അമ്മമ്മ. അതെ, ഇവളുണ്ടല്ലോ അടിപൊളിയായിട്ട് ഇറ്റാലിയൻ പറയും അല്ലേ. പിന്നെ എല്ലാം പറയും. പിന്നെ നീ എല്ലാവരോടും പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അപ്പൊ അമ്മമ്മയും നമ്മളും ആളുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതേ പുറത്തേക്ക് നടക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മാർക്കറ്റ് ഒക്കെ ഉണ്ട്. മാർക്കറ്റ് ഓൾറെഡി തീർന്നു തോന്നുന്നു. ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ലേ ശ്രുതി? ഇത് എങ്ങനെയാന്നാ പറഞ്ഞേ? അതായത് ഇറ്റലിയിലെ എല്ലാ സിറ്റീസിലും വീക്ക്ലി ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൺഡേ മാർക്കറ്റ്, വെഡ്നെസ്ഡേ മാർക്കറ്റ്, ട്യൂസ്ഡേ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് ഗ്രോസറീസ്, ക്ലോത്ത്സ്, കുറേ ത്രിഫ്റ്റ് ആണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ എല്ലാ സാധനവും ചീപ്പായിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ €1, €2, €3, 50 സെന്റ്സ്. €1 അല്ല, ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. €1. എന്തൊക്കെ സംഭവങ്ങളാണ്? എല്ലാ സാധനവും. ഇപ്പൊ ഗ്രോസറി ആണേലും ഇതൊക്കെ €1 എന്ന് പറഞ്ഞാൽ €100 ഉള്ളൂ അല്ലേ നമ്മുടെ നാട്ടിലെ. ഇതെല്ലാം ഷോപ്പിലാണ് പോകുന്നത്. നമുക്ക് €2 ഒക്കെ ആവും. ബേസിക് സാധനങ്ങളും ഈ ഫുൾ ഐറ്റംസ് ഇവിടെ ചീപ്പായിട്ട്
മോതിരൊക്കെ അല്ലേ, കമ്മലൊക്കെ അല്ലേ? കമ്മലൊക്കെ എത്രയാ? നാട്ടിലെ ഉത്സവപ്പറമ്പ് ഓർമ്മ വരുന്നില്ല? ആ, നമ്മുടെ ഉത്സവപ്പറമ്പിൽ അതുപോലെ. ഈ കമ്മലൊക്കെ എത്രയാ വരുന്നത്? എല്ലാം €1. €1 അല്ലേ? ആ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇവിടെ കമ്മലൊക്കെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരും. ആ, നല്ല രസമുണ്ട്. ഈ സെയിം സാധനം ഷോപ്പിൽ പോകുമ്പോൾ €5 €10 ഒക്കെ വരും. അത്രയും വരും അല്ലേ? അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഫ്രൂട്ട്സിനും വില കുറവാ? ഫ്രൂട്ട്സിന് വില എടുക്കുന്നതിനെക്കാട്ടി ഹായ് വില കുറവാ. ഹായ് അല്ലല്ലേ? ചാവും. ചാവ് ഹായ് പറഞ്ഞോട് ആരും മൈൻഡ് ഇല്ല കേട്ടോ. ആ, ഫ്രൂട്ട്സ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. സ്ട്രോബെറി ചാവ് മറന്നുപോയി. €1.5 ഉള്ളൂ കേട്ടോ നമ്മളെ സ്ട്രോബെറിക്ക്. ആ, ഏതാ വേണ്ട സ്ട്രോബെറി? ഏതാ ഉള്ളത് നല്ലത്? ഏതായാലും കുഴപ്പമില്ല. Ti dico quant'è così lo riferisce lui. Quanto costò? Dammi questo così poi gli dice. €1.50. Guarda, c'hai 6 etti scarsi di fragole. €1.50 എൻ്റെ ഉണ്ട് 1.5. Sì, sì, è da dividere un pochino. ഓക്കെ, താങ്ക് യു. Grazie mille. Ciao. ആ, അപ്പൊ നമുക്ക് സ്ട്രോബെറി എല്ലാം കിട്ടിയിട്ട് എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. ബെറീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറി കഴിച്ചോട്ടെ, വിലക്കുറവിന് എന്തെങ്കിലും ടേസ്റ്റ് മാറ്റം ഉണ്ടോന്ന്. അതോ സ്ട്രോബെറി 1.50. കാണാനൊക്കെ നൈസാണ്. നല്ലതാട്ടോ സ്ട്രോബെറി, സെറ്റാണ്. അമ്മമ്മക്ക് കൊടുക്കണം. ഇതെന്തേ കോഴി വെച്ചേക്കുന്നു? കോഴിയോ? ഇതെന്താ? എനിക്കറിയാൻ പാടില്ല. നമ്മളിതേ മെട്രോ കയറിയിട്ട് റോമിലേക്ക് പോവാണ്. സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മെട്രോയും ബസ്സൊക്കെ എടുത്ത് നമ്മൾ റോമിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിനടുത്താണ് എല്ലാം നടന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. റോം ഒരു സിറ്റിയെക്കാട്ടി ഒരു ലിവിങ് മ്യൂസിയം എന്ന് പറയാം. ഏത് സ്ട്രീറ്റ് എടുത്താലും എന്തേലും ചർച്ചോ അതിനെ റിലേറ്റ് ചെയ്തൊരു കഥയോ ഹിസ്റ്ററി ആയിട്ട് ആൾക്കാർ ഇവിടെ ഇത്രയും ഇപ്പൊ സീസൺ തുടങ്ങിയിട്ടില്ല, അതിനു മുന്നേ തന്നെ ആളുകളിലും ആൾക്കാരാ. നമ്മള് പിയാസ നവോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചുറ്റും കണ്ടോ എന്തോരം ആൾക്കാരല്ലേ, ടൂറിസ്റ്റുകളെയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടല്ലേ സീസൺ തുടങ്ങുന്നതിന് മുന്നേ. അതെ, സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫുൾ ആൾക്കാരായിട്ടുണ്ട്. നമ്മളിപ്പോ പിയാസ നവോന എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോമിന്റെ ഹേർട്ട് ലൊക്കേഷൻ എന്ന് പറയാം, അവിടെയാണുള്ളത്. ഇതെന്ന് പറഞ്ഞ ഫൗണ്ടെയിൻ. ആൻഡ് ഈ പ്ലേസിൽ ഏകദേശം 10-30,000 ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇതെല്ലാം മനസ്സിലാവുന്നില്ലല്ലേ. ഹോട്ടലും കാര്യങ്ങളൊക്കെ താമസം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ റോമിലല്ല കേട്ടോ. ഞാൻ റോമിലുള്ള ആളല്ല കേട്ടോ. അതെ അതെ, ഇറ്റലിയിലാണ്, പക്ഷെ റോമിലല്ല. പിന്നെ ഈ ഫൗണ്ടൈൻ എന്തോ നല്ല പ്രത്യേകത ഉണ്ട്. അതായത് പ്രധാനപ്പെട്ട ഈ നമ്മുടെ ഹോൾ വേൾഡിലെ പ്രധാനപ്പെട്ട 4 ആഫ്രിക്കയിലെ നൈൽ റിവറും, അതേപോലെ ഏഷ്യയിലെ ഗംഗാ റിവറും, പിന്നെ അമേരിക്കയിലെ റിയോ ദി പ്ലാറ്റോ അല്ലെ, അങ്ങനെ എന്തോ. പിന്നെ യൂറോപ്പിലെ ഒരു ഇതും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ചരിത്ര കഥയാണ് ഇതിൽ പറയണേ. ഈ റോം എന്ന് പറയുന്നത് തന്നെ മൊത്തം ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് ഹിസ്റ്ററിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം റോം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. എന്നെപ്പോലെ ഇങ്ങനെ കാടും മലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല കേട്ടോ. അപ്പോൾ റോമിലേക്ക് വിസിറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കുക, ഫുൾ ആ ഒരു മ്യൂസിയം അതുപോലത്തെ സംഭവങ്ങളായിരിക്കും. പഴയ വേൾഡ് വാറിൻ്റെ സംഭവങ്ങളും അതൊക്കെ നേരിട്ട് കണ്ട് അറിയാൻ എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് റോം. ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും. നോക്ക്, ഫുൾ പെയിന്റിങ്, ഒരുപാട് കലാകാരുണ്ട്. അതെ, ഒരുപാട് പേര്. എല്ലാവരും പെട്ടെന്ന് വരച്ചു കൊടുക്കുന്നതാണു അല്ലേ? അപ്പം ഇരുന്നിട്ട് അപ്പം തന്നെ നോക്കി വരയ്ക്കുന്ന സംഭവം കേട്ടോ. പോകുന്ന വഴി നമുക്ക് നടക്കാൻ തന്നെ സ്ഥലമില്ല കേട്ടോ, അങ്ങനെ റഷായിട്ടുള്ളത്. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, അതാണ് ഇത് കാണാൻ ഇത്രയും തിരക്ക്. ഇവിടെ ഇതെന്താ? ഇതെല്ലാം റൂയിൻസ് ആണ്. ഓക്കെ, കുറേ പണ്ടുള്ള എന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞു പോയതിന്റെ ബാക്കി. യുദ്ധത്തിൽ ഒരുപാട് സാധനങ്ങൾ നശിച്ചല്ലോ.
ഇവിടെ ഭയങ്കര കൂളിംഗ് അല്ലേ, നല്ല രസം. ഞാൻ ഇന്ന് ഇവിടെയൊക്കെ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സോഷ്യൽ ടീച്ചർ ആവേണ്ടായിരിക്കുന്നു. ഒരു ഹിസ്റ്ററി പറയുന്ന പോലെ ഞാൻ എല്ലാം മറ്റേ സോഷ്യൽ മീഡിയയിൽ പറയണമെന്നുണ്ടെങ്കിൽ നോക്കി പഠിക്കേണ്ടി വരും. ഗൂഗിളിലും ചാറ്റ് ഒക്കെ നോക്കി ഞാൻ പഠിച്ചാൽ ഏകദേശം ഈ കൊളോസിയം ഒക്കെ അല്ലേ 80 ഈ കൊളോസിയം ഒക്കെ നിർമ്മിക്കണേ. അപ്പൊ അത് മുതല് ഉള്ള ഇവിടെയുള്ള ഓൾമോസ്റ്റ് കെട്ടിടങ്ങളിൽ ഓരോന്നിലും ഓരോ ചരിത്രമുണ്ട്. ഇതെല്ലാം പറയണമെങ്കിൽ കറക്റ്റ് ഒന്നെങ്കിൽ പഠിക്കണം. അതെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓരോ എനിക്ക് ആകെ അറിയാന്നുള്ള ജൂലിയസ് സീസർ ഇവിടെയാണ് ജനിച്ചത്. ജൂലിയസ് സീസർ ഒക്കെ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാക്കന്മാരല്ലേ. അവരുടെ ഭരണവും കാര്യങ്ങളൊക്കെ പണ്ട് സോഷ്യൽ സയൻസിൽ പഠിച്ചാണ്. ഇവള് പഠിപ്പിച്ചായതുകൊണ്ട് അവൾക്ക് അതെങ്കിലും അറിയാം. ഞാൻ സ്കൂളിൽ പോയെങ്കിലും പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതും അറിയില്ല കേട്ടോ. ഇവള് B.Ed ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്, അപ്പൊ ഓൾറെഡി ഒരു ടീച്ചറാണ്. സോഷ്യലല്ല, സോഷ്യലല്ല, മാത്സ് ആന്നുള്ളൂ. കേട്ടോ, നടക്കാൻ നമുക്ക് സ്ഥലമില്ല, നമ്മള് സൈഡിൽ കൂടെ നടന്നു പോകുന്നത്. അത്രയും തിരക്കാണ് ഇവിടെ. നോക്കി, അതും ഇവിടെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഏജ്ഡ് ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്. ശരിക്കും അല്ലേ? ഇവിടെ സീസൺ സ്റ്റാർട്ട് ആയിട്ടില്ല, സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇവിടെ ഫുള്ളി വെക്കേഷൻ ആണ് ഇറ്റലി. എല്ലാം ക്ലോസ് ആയിരിക്കും. ആ ദിവസം ഹോസ്പിറ്റലിൽ പോലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോലും ഉണ്ടാവൂല. അപ്പൊ അതുവരെയുള്ളതാണ് സീസൺ ടൈം. അതിനു മുന്നേ ഇത്തവണ നിറഞ്ഞു. അപ്പൊ എന്താ ചൂടായിരിക്കുമോ? സമ്മർ നല്ല 40 ഡിഗ്രി പോകും. ഓ, നാട്ടിലെ ചൂടിനെക്കാട്ടിലും അപ്പുറമായിരിക്കും ഇവിടെ. കാരണം ഡ്രൈ അല്ലേ. സ്കൂൾ വെക്കേഷൻ ഇവിടെ ഓഗസ്റ്റിലാണ് വെക്കേഷൻ, കംപ്ലീറ്റ് വെക്കേഷൻ ആണ്. ഒന്നും ഉണ്ടാവൂല. റെസ്റ്റോറൻറ്റ്സോ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽസ് പോലും ഉണ്ടാവൂല. മനസ്സിലായി. ഓക്കെ, എന്തൊരു തിരക്കാലേ, നടക്കാൻ പറ്റുന്നില്ല. എല്ലാരും ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് ആ ഒരു ഏജുള്ളവർക്കായിരിക്കും അത് കൂടുതൽ താല്പര്യം. പിന്നെ അതുപോലെ ഇതെല്ലാ സംഭവം, അതായത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഉണ്ടല്ലോ, ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, പാന്തിയോൺ, ട്രെവി ഫൗണ്ടെയിൻ, കാസിൽ, സെന്റ് ആഞ്ചലോ കാസിൽ, ഇതെല്ലാം ഈ നടന്ന് കാണുന്ന ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് എല്ലാവരും നടക്ക്, എവിടെ എന്ത് കാണോ അത് തന്നെ. പക്ഷെ നല്ലൊരു ലൈറ്റിംഗ് അല്ലേ. നല്ല ടൈമിലാണ് അരുണിമ ഇവിടെ എത്തിയത്. കാരണം ചിലപ്പോ മഴയായിരിക്കും, പക്ഷെ നിന്ന് നല്ല വെതറാണ്. അതെ, ഇന്ന് വെതറെല്ലാം ഇവിടെ നല്ലതാണ്. ഇത് നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ക്രോസ് ചെയ്യുന്നയാ. ആകെ 14 സെക്കൻഡ് എങ്ങാണ്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയിൽ തിരക്കൊക്കെ ഞാനിവിടെ പൂരത്തിന് പോയ പോലെ ഉണ്ട് അല്ലേ. അത്രയും തിരക്കാണ് ഇവിടെ. ഓ, നോക്കി എനിക്കിനെ കാണാം, ഫുൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. എല്ലാവരും ഫ്രണ്ടിലേക്ക് ഓടിയൊക്കെയാ പോകും. ഈ കാണുന്ന ഇവിടുത്തെ സുപ്രീം കോർട്ടാണ് കേട്ടോ. അതെന്താ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണോ പണി നടക്കുകയാണോ എന്നറിയില്ല. ഇത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ട്. നോക്കി, ഇവിടെ സൈഡിലൊരു കനാലൊക്കെ പോകുന്നുണ്ട്. നോക്കി, അവിടെയൊക്കെ ഒരു മഴക്കാറ് പോലെ മൂടി കിടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഹിസ്റ്ററി എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതാണ് സെന്റ് ആഞ്ചലോ കാസിൽ. അതാണോ സെന്റ് ആഞ്ചലോ കാണുന്നല്ലേ? അതാണോ ആ കാസിൽ? അതെ, അതന്നെയാ. എന്തായിരുന്നു റിവറിന്റെ പേര്? ടിബർ. ടിബർ ആണോ ടൈബർ എന്നാണോ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പ്രൊനൗൺസിയേഷൻ ഒക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ നൈസാണ് കേട്ടോ. അതുവഴി സൈക്കിൾ ചെയ്യാനും നടക്കാനും അങ്ങനെ രണ്ട് സൈഡിൽ കൂടെയും പോവാം അല്ലേ. വേൾഡിലല്ല, പണ്ടത്തെ റോമൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ അല്ലേ പണ്ടെല്ലാം. ഈ വെള്ളം മാർഗമല്ലേ അന്നേരത്തേക്ക്. ടിബർ റിവർ ഇറ്റലിയുടെ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിവറാണ്. നമ്മൾ ഏത് ഏൻഷ്യൻ ഹിസ്റ്ററി എടുത്താലും റിവേഴ്സിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അന്നത്തെ ട്രേഡ് ആൻഡ് കൊമേഴ്സും കാര്യങ്ങളെല്ലാം ഇതുവഴിയാണ് പോയത്. പിന്നെ പറയുകയാണെങ്കിൽ ഫൺ ഫാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാര് കുറേ ഇവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിരുന്നില്ലേ കുറേ കൊട്ടാപാത്രമൊക്കെ, അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു റിച്വൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ റിവറിലെ ഈ ക്രിമിനൽസിനെയൊക്കെ, കാരണം കോട്ട് ഇവിടെയാണ്, അപ്പൊ അങ്ങനെ ഒരു സത്യമാണോ അല്ലേ എന്നുള്ള അറിയില്ല, പക്ഷെ മിത്ത് പോലെ പറയുന്നുണ്ട് പണ്ടുള്ള ആൾക്കാരെ ഇതിൽ അള്ളിട്ട് കൊല്ലുകയും ചെയ്യുമായിരുന്നു. വത്തിക്കാൻ സിറ്റിയുടെ അടുത്തായിട്ടുള്ള ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാസിലാണ് സെന്റ് ആഞ്ചലോ കാസിൽ. ഇതിന്റെ ഷേപ്പ് തന്നെ ബാക്കിയുള്ള കാസിലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളതാണ്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ഒത്തിരി സ്റ്റാച്യൂസും അതേപോലെ ഗാർഡൻസും ഈ ടിബർ റിവർ ക്രോസ് ചെയ്യുന്നതൊക്കെ കൊണ്ട് ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും പിന്നെ കാണാനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ള ഒരു പ്ലേസ് ആണിത്. നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ കണ്ടോ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. നമ്മള് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ മുകളിലേക്കൊന്നും കയറുന്നില്ല.
ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തൊക്കെയോ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് ആണ്. ഓരോന്നിനും അതിൻ്റെ താഴെ അതിൻ്റെ പേരും അതേപോലെ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ഞാനിപ്പോ നടന്നു പൊക്കോണ്ടിരിക്കുന്ന സ്ഥലങ്ങള് പലതും നിങ്ങള് മുൻ പരിചയം ഉണ്ടാവും, കണ്ടുമുട്ടിയിട്ടുണ്ടാവും. എവിടെയാന്നറിയോ? നമ്മുടെ ഹിസ്റ്ററി അല്ലെ, നമ്മുടെ സോഷ്യൽ ബുക്കിലും ഹിസ്റ്ററി ബുക്കിലെല്ലാം. അതെ, ഈ ടെക്സ്റ്റുകളിൽ സ്കൂളിൽ നന്നായി പഠിച്ചവർക്ക് ഇതൊക്കെ കാണുമ്പോ പലതും ഇതിന്റെ ചരിത്രം അതും ഇതും ഓർമ്മ വരുന്നുണ്ടാവും. ഞാൻ പക്ഷെ ഇതിന്റെ ആ ഒരു ബ്യൂട്ടിയാണ് ആസ്വദിച്ച് നടക്കുന്നത്. എനിക്ക് ഹിസ്റ്ററി ഒന്നും അറിയാൻ അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിതാ നോക്കി, എന്ത് രസാ ആ ഒരു സ്കൈയും ആ ഒരു ലാൻഡ്സ്കേപ്പ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതൊക്കെ ആസ്വദിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ബിൽഡിങ്ങിനും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് കാര്യങ്ങളാണുള്ളത്. അതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാൻ നൈസാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇറ്റലിയിൽ 2 years ആയി സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ഇതുപോലെ സ്കോളർഷിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ സ്കോളർഷിപ്പിലാണ് നീ വന്നല്ലേ? സ്കോളർഷിപ്പിൽ നിന്നാണ് വന്നത്. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. അതുകൂടാണ്ട് നമുക്കൊരു എമൗണ്ട് ട്രാവൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടും കിട്ടും. പക്ഷെ നാട്ടിൽ നിന്ന് വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5% ആൾക്കാർക്ക് വിസ കിട്ടിയാൽ കിട്ടി. എന്തിനാണ് റിജക്ഷൻ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുകൂടാ, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്കോളർഷിപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ഏകദേശം 6000 euro വരെ പെർ ഇയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കര കുറവാണ്. വർക്കിംഗ് ക്ലാസ് ഇല്ല ഇവർക്ക്. അതായത് ഇവിടെയുള്ള ഇറ്റാലിയൻസ് അത്യാവശ്യം US-ലും വേറെ കൺട്രീസിൽ പോയി സെറ്റിലായി. അപ്പോൾ ഇവിടെ അമ്മമാരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് ആളില്ല. അതേപോലെ ഇത്രയും റെസ്റ്റോറൻറ്റ്സ്, ഇറ്റലിയുടെ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ടൂറിസമാണ്. അതെ, അത് കാണുമ്പോൾ തന്നെ അറിയാം. ടൂറിസത്തിന് ആളില്ല, ഇവിടെ ജോലിക്ക് ആളില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്ത്, പിന്നെ ഇവിടെ ഒരുപാട് സ്കീമുണ്ട്. ലൈക്ക് €1 ഹൗസ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് ഇറ്റലിയുടെ ഔട്ട്സ്കേർട്സിൽ ശരിക്കും പറഞ്ഞാൽ ആളില്ല, അതായത് അവർക്ക് അവകാശികളില്ല. അപ്പോൾ പ്രോപ്പർട്ടി വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഒരു €1 ആ വീടും സ്ഥലവും കൊടുക്കും. നമ്മൾ അവിടെ ചെന്നാലോ അതിനെ റെനോവേറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ക്രൈറ്റീരിയ എന്താ? അപ്പോ അത് ഇവിടുത്തെ പേപ്പർ വേണം, ഇറ്റലിയുടെ പെർമിസോ എന്നുള്ളൊരു, അതാണ് ഇവിടുത്തെ TRC കാർഡ്. അത് വേണം. പിന്നെ എന്തോ ഞാനതിൻ്റെ ഇതെന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ട് ഞാൻ അത് റിലേറ്റ് ചെയ്തൊരു സീരീസ് കണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ അതിൽ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ €5000 നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കുക, 2 years ഇവർ റിനോവേറ്റ് ചെയ്യാൻ ടൈം തരും. അത് കഴിഞ്ഞ് ആ എമൗണ്ടും തിരിച്ചു തരും, ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാക്കും. സെറ്റ്. പക്ഷേ ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉള്ളിലേക്കായിരിക്കും. കുറച്ച് സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി എന്നാണ് വരിക. മനസ്സിലായി. അതായത് സിറ്റിയിലൊന്നും ആയിരിക്കില്ല, അവർക്ക് വളരെ ഔട്ട്സ്കേർട്ടിലായിരിക്കും ഉണ്ടാവുക അല്ലേ? കൺട്രി സൈഡിലാണ്. ഇവിടെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. ഇതുപോലെ കുറെ ഫൗണ്ടൈൻസ് യൂറോപ്പിലെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം. ഫ്രീ ആയിട്ട് വെള്ളം മേടിക്കാം. പുറത്തുനിന്നൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും. അപ്പൊ ഇവിടെ എടുത്ത നല്ല വെള്ളമായിരിക്കും. ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും വാട്ടർ റീഫില്ല് ചെയ്യുന്ന. വെള്ളം കിട്ടാണ്ട് വരിക്കില്ല. എല്ലാം ജർമ്മനിയിലും പാരീസിലും എവിടേക്കോ കണ്ടു ഞാനിങ്ങനെ ഫൗണ്ടൈൻസ്. കൊള്ളാം, അത് നല്ലൊരു കാര്യം അല്ലേ? നമുക്ക് എന്തായാലും ഇപ്പൊ ഇവിടെ മേടിക്കാൻ നല്ല പൈസയാവില്ല. €1 ആവും ഒരു ചെറിയ ബോട്ടിൽ. ഉണ്ട്. ഇറ്റാലിയൻസ് പൊതുവേ ഈ അവരുടെ കൾച്ചറുമായിട്ട് എന്താ പറയുക, കൂടുതൽ അവരതിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇവിടുന്ന് പുറത്ത് വയസ്സായ ആൾക്കാരെയൊക്കെ കണ്ടറിയാം. അവർക്ക് ഇവിടുന്ന് പുറത്ത് പോകണ്ട. രാവിലെ ആകുമ്പോൾ കോട്ടൊക്കെ ഇട്ട് ഒരു ചായ കുടിക്കാൻ പോകും, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഇവരുടെ ആ ഒരു എന്താ പറയുക, റിച്വൽസിലൊക്കെ അത്രയും കോറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഇറ്റാലിയൻ പഠിക്കാണ്ട് ജോലി കിട്ടൂല കേട്ടോ. നോക്കണ്ട, ലാംഗ്വേജ് ഇല്ലാണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. പക്ഷെ പാർട്ട് ടൈം ജോലികൾ കിട്ടും. ടൂറിസം ആണെല്ലാം. അതായത് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ ശമ്പളം. €2000 പുറത്ത് കിട്ടുന്ന ആൾക്കാരുണ്ട്. റോമിനുള്ളിലുള്ള ഒരു കൺട്രി വത്തിക്കാൻ സിറ്റി. ലൈൻ ക്രോസ് ചെയ്താൽ നമ്മൾ പുതിയ കൺട്രിയിലായി. അതെ, നമ്മളപ്പോ വത്തിക്കാൻ സിറ്റിയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ.
അടിപൊളി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് ക്ലിയർ ആയി. ഒരു ചെറിയൊരു റോമിന്റെ, ഇറ്റാലിയൻ്റെ ഉള്ളില് ഒരു ചെറിയ റോമിന്റെ ഉള്ളില് ഒരു ചെറിയ കൺട്രി അല്ലേ? 197 രാജ്യങ്ങളിൽ ഒരു രാജ്യം. അതെ അതെ അതെ. അപ്പൊ ഇറ്റലിയുടെ ഉള്ളിൽ കയറിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 രാജ്യമാവും. ഇറ്റലി മാത്രം വരുന്നവര് എന്തായാലും ഇവിടെ തന്നെ വരും. ആ അതെ, വത്തിക്കാൻ സിറ്റിന്റെ ഫ്ലാഗ് ആണ് ആ കാണുന്നത് കേട്ടോ. അവർക്ക് പ്രത്യേകമായിട്ട് ഫ്ലാഗ് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കൺട്രീന്റെ ഉള്ളിൽ ഒരു സ്ഥലത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് ഒരു കൺട്രീന്റെ ഉള്ളിൽ ഒരു അനദർ കൺട്രിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രത്യേകം, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുണ്ട് അല്ലേ? ആ ഒരു ചേർച്ചിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള തിരക്ക് നിങ്ങൾക്ക് കാണണോ? ആ ഉറുമ്പ് പോലെ കിടക്കുന്നത് കണ്ടോ? ഓക്കെ, അത് മൊത്തം ആൾക്കാരാ. അവിടെ കയറാനുള്ളവരും കയറി ഇറങ്ങുന്നവരൊക്കെയാണ് കേട്ടോ ആ കാണുന്നത്. എൻ്റെ അമ്മോ, ഫുൾ റഷാണ്. സെന്റ് പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാത്തലിക്സുകാരുടെ പിൽഗ്രിമേജ് സൈറ്റാണ്. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ വർഷം 2025 എന്തോ അവരുടെ ജൂബിലി ഇയറും കൂടെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകാരും അതേപോലെ ഈ തീർത്ഥാടനം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എല്ലാവരും വരാൻ പോണ ഈ ഇയറിലാണ്. ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ പല ഹോട്ടൽസും കാര്യങ്ങളെല്ലാം ബുക്കിംഗ് ആയി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഇത്രയും തിരക്ക്. അതെ അതെ അതെ. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള പോപ്പിന്റെ ഇലക്ഷൻ നടക്കുന്നത്. അവരുടെ തീരുമാനം, ബാക്കിയുള്ള മെയിൻ ഈസ്റ്റർ, ക്രിസ്മസ് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടല്ലോ, അതിനൊക്കെ ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഈവന്റും ഹോസ്റ്റ് ചെയ്യുന്നത് ഈ സെന്റ് ബസിലിക്കയിലാണ്. ഇതൊക്കെ ശരിക്കും ഒരു സർക്കിൾ പോലെ കറക്റ്റ് അല്ലേ? ആ ഒരു രാജ്യം തന്നെ ആർക്കിടെക്ചറൽ സ്കിൽ എന്ന് പറയുന്നത് ലെവലാണ്. ഓരോ വേറെ ലെവൽ നോക്കിയാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അല്ലെ, കണ്ട് ആസ്വദിച്ച് പോകും. അത്രയും അടിപൊളിയാണ്. പിന്നെ ഇറ്റലിയിൽ മെയിനായിട്ട് ടൂറിസം ഒക്കെയാണ് ഉള്ളത്. ഭയങ്കര രസമുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രിയാണ് കേട്ടോ വത്തിക്കാൻ സിറ്റി. അപ്പോൾ അത് റോമിൻ്റെ ഉള്ളിലാണ്. അതുപോലെ സാൻ മറീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം കൂടെ അതായത് ഇറ്റലീൻ്റെ ഉള്ളിലുണ്ട്. അത് സദേൺ സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ട് ഞാനിപ്പോൾ എന്തായാലും പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇറ്റലിയിലെ ആളുകൾ അതായത് ഇറ്റാലിയൻസ് അവരുടെ ട്രഡീഷനും അവരുടെ കൾച്ചറൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എങ്ങനെയാണോ അവർ പണ്ട് തൊട്ടുള്ളത് ഇപ്പോഴും അതേപോലെ ആ ഒരു സംഭവം. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളാണ് കേട്ടോ. നമ്മളിങ്ങനെ അതിശയിച്ച് നിന്ന് പോകും. നോക്ക്, ഇത് ഒരെണ്ണത്തിൻ്റെ ഒരു തടി നോക്കിയേ. നമ്മളിതേ ഒരാളുടെ ഇത് ഇത്രേ വരുള്ളൂ. അങ്ങനത്തെ ഒരു 10 പേര് ഒരു റൗണ്ടിൽ ഒരു തൂണി തന്നെ ഉണ്ട്. അങ്ങാണ്ടോ, എന്നിട്ട് അത്രയും ആ ഒരു ലൈറ്റും, ഓ സംഭവം സീനാണ്. നമുക്ക് ഒരു രാജ്യം മൊത്തം ഇങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങുകൾ കൊണ്ട് കെട്ടി വെച്ചേക്കുന്നു. ആ തൂണിനോട് ചേർന്ന് നോക്കി കണ്ടോ, ഒരു സൈഡ് ആവൂല, അത്രയും ഇതാണ്. ഓ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര രസമാണ്. നോക്കിയേ, വാവ്. സ്കൈ ഒക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ളൊരു സാധ്യത ഞാൻ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു ക്ലൈമറ്റിന്റെ ട്രാൻസിഷൻ അല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് എപ്പോഴും മാറും. അവിടുന്ന് പിന്നെ കുറച്ചു നേരം നടന്ന് പിന്നെ ബസ്സൊക്കെ എടുത്ത് പാങ്തിയോങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് പാങ്തിയോങ്. നമ്മള് ഇറ്റലിയിൽ നിന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ ഫോട്ടോസ് ഉണ്ട്. ഇതും അല്ലെ വേറെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി എന്തൊരു തിരക്കാ. നടക്കാൻ പോലും സ്ഥലമില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ നമ്മളിവിടെ മെക്ഡിയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. മെക്ഡിയിൽ ഒടുക്കത്തെ തിരക്കായിരിക്കും, കാരണം ഇത്രയും ആൾക്കാരുള്ളപ്പോൾ എല്ലാവരും മെക്ഡി എപ്പോഴും ചീപ്പസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. മെക്ഡി കഴിക്കാൻ വേണ്ടി വന്നാണ്. മെക്ഡിയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. മെക്ഡി കുറേ ദൂരെ, 1 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പം ഞാൻ വെച്ച് ഇവിടെ കണ്ട് തീർത്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് പാൻതിയോൺ. 25-27 BC ആ സമയത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു റോമിലെ മെയിൻ സ്ഥലമാണ് ഈ പാൻതിയോൺ എന്ന് പറയുന്നത്. പല കാലഘട്ടത്തിൽ പല രാജാക്കന്മാർ ഗിഫ്റ്റായിട്ട് അടുത്ത ഓരോരുത്തർക്ക് കൊടുത്തത് അങ്ങനെ പ്രിസർവ് ചെയ്തു വന്നു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട റിനൈസൻസ് ചരിത്രകാരന്മാരുടെ എന്താ പറയുക ഓർമ്മസ്ഥലമായിട്ടും രാജാക്കന്മാരുടെ ഓർമ്മസ്ഥലമായിട്ടൊക്കെയാണ് ഇത് കാണുന്നത്. അതുപോലെ ഈ റോമിൽ വരുന്നവരുടെ ഏറ്റവും മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ അത്രയും ക്രൗഡഡ് ആണ്. റോം എന്ന് പറയുന്നത് തന്നെ മൊത്തം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, സ്ലീപ്പിംഗ് മ്യൂസിയം. അതുപോലെ മെക്ഡിന്നൊരു ബർഗറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിവിടെ ട്രേവി ഫൗണ്ടെയിനിൽ വന്നേക്കാണ് കേട്ടോ.
ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല, ആൾക്കാരെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങോട്ടൊക്കെ നോക്കി കണ്ടോ, എല്ലാവരും ക്യൂ ആണ് ഇറങ്ങാനായിട്ട്, ഇത്ര അധികം ആൾക്കാർ ഈ ഒരു ഫൗണ്ടെയിൻ കാണാൻ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന ശ്രദ്ധിക്കുക, വെളുപ്പിനൊരു 6 മണി 7 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ആരും ഉണ്ടാവില്ല, ആ ടൈമിൽ തണുപ്പ് ഇതൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു ഭംഗി തന്നെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ള. എവിടെ ആ വെള്ളത്തിലേക്ക് ആ കിടക്കുന്ന ഫുള്ള് കോയിൻസ് ആണ്. ഓ, ആ കാണുന്ന കോയിൻസ് ആണല്ലേ. ഒരു ഏറ്റവും വലിയ വിശ്വാസം അവരുടെ എന്തിനാണെന്നുള്ള ആചാരമായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്ന് എന്തേലും വിഷ് പ്രാർത്ഥിച്ചിട്ട് ആ ബാക്കിലേക്ക് ഇതുപോലെ എന്തേലും ഒരു വിഷ് ആഗ്രഹിച്ചിട്ട് കോയിൻ എറിഞ്ഞാൽ അത് ഫലിക്കുന്നതാണ് അവരുടെ വിശ്വാസം. ഏകദേശം 3000-4000 യൂറോ ആണ് ഓരോ സീസൺ കഴിയുമ്പോഴും ഈ കോയിൻ ഇവിടുന്ന് വാരി പറക്കി എടുക്കുന്നത്. 4000 യൂറോ, 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയൊക്കെ തിരക്ക് കണ്ടില്ലേ. ഇത്രയും ആൾക്കാർ വന്ന് ഒരാളൊരു യൂറോ വെച്ച് എറിഞ്ഞാ പോരെ, 50 സെന്റ് കൂട്ടിയാലും മതി. അത്ര കൂട്ടിയാലും മതി, എന്തോരം കിട്ടും. ഓ, വേറെ ലെവല്. ആ ഒരു സാധനം അടിപൊളി അല്ലേ, കാണാനെല്ലാം. ഈ സെയിം സ്റ്റോൺ തന്നെയാണ് കൊളോസിയം നിർമ്മിച്ചേക്കുന്നത്. ആ സെയിം സ്റ്റോൺ തന്നെയാണ്. കൊള്ളാം. റോമിലെ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ആൾക്കാരും വന്നു പോണ ഒരു സ്ഥലം തന്നെയാണ് ട്രെവി ഫൗണ്ടെയിൻ. സോ ഇറ്റലിയിൽ വരുന്നവരൊക്കെ എന്തായാലും ട്രെവി വിസിറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷ് ഉണ്ടെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് വന്നിട്ട് ആ വിഷൊക്കെ നടക്കുമോ ഇല്ലേ നോക്കാം, കോയിനൊക്കെ ഇട്ടിട്ട്. എനിക്ക് അങ്ങനെ വിഷൊന്നുമില്ല, ഞാൻ വിചാരിക്കുന്നതൊക്കെ എനിക്ക് നടക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പോയി കോയിൻ എടുത്തില്ല. കാരണം എന്തോരം ക്യൂ ആ നോക്കി, ആ കാണുന്ന ആൾക്കാർ മൊത്തം ഈ ക്യൂവിൽ ഇറങ്ങി അങ്ങോട്ട് നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പോകാനുള്ളവരാണ്. അവിടുന്ന് ഇറങ്ങി വൻ തിരക്കാണ്, എല്ലാ സ്ഥലത്തും ഫുൾ റഷാണ്. നമ്മളെന്തായാലും കൊളോസിയം പോകാൻ വേണ്ടി നിൽക്കുവാണ്. കൊളോസിയം എല്ലാം നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്, എല്ലാം നടന്ന് തന്നെ കാണാം. അപ്പോൾ കൊളോസിയം ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പോകുന്നത്. അത് വേൾഡ് വണ്ടേഴ്സിൽ 7 വണ്ടേഴ്സ് ഉണ്ട്, അതിലൊരെണ്ണമാണ് കൊളോസിയം കേട്ടോ. ഈ കാണുന്നത് പാസ വെനീസിയ എന്ന് പറയുന്ന പഴയൊരു കൊട്ടാരമാണിത്. അതിൻ്റെ ഉള്ളിലേക്കും എൻട്രി ഒക്കെ ഉണ്ട് കണ്ടോ, അവിടെയൊക്കെ ആളുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നടന്നു വരുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തോ മെട്രോയുടെ എന്തോ പണി നടക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല രസമുള്ള, ഓൾമോസ്റ്റ് എല്ലാം ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വൈറ്റ് കളറിലാണ് റോം മൊത്തം ഇങ്ങനെ കാണപ്പെടുന്നത്. ഞാനിവിടെ റോമിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലെയിം എന്ന് പറയുമ്പോൾ. ഇവർ മഴയാണേലും വെയിലാണേലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവരത് അണയാതെ കാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അണഞ്ഞു കഴിഞ്ഞാൽ റോം മൊത്തം ഇടിഞ്ഞ് നശിച്ചു പോകുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവിടെ എൻ്റെ സൈഡിലായിട്ട് പോലീസും സെക്യൂരിറ്റി ഗാർഡും എല്ലാം ഉണ്ട്. നമ്മൾ ഇത്രയും ദൂരം നിൽക്കുന്നുണ്ടാണ്. മഴയായിട്ടാണേലും ഇവിടെ ഇത്രയും വിൻ്റർ വന്നാലും എക്സ്ട്രീം സമ്മർ ആണേലും അവരത് അങ്ങനെ കാക്കുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൽ അവർ എന്താ പറയുക ഫുള്ള് കൊടുത്ത് നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി. അതായത് പഴയ ആ ഒരു കൾച്ചറും ബിലീഫും ഒക്കെ അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഒരാളെ ഡേറ്റിന് വിളിച്ചാലും അല്ലേ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണെങ്കിലും അവർ ഭയങ്കര ടേക്ക് കെയർ ചെയ്യും. പിന്നെ കല്യാണം കഴിച്ചാൽ അങ്ങനെ കല്യാണം കഴിക്കുന്ന സിസ്റ്റം ആണെങ്കിലും ആ കൾച്ചറൽ രീതിയിൽ പഴയ ആ ഒരു ഇതിലാണ് അല്ലെ കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇറ്റാലിയൻ പിസ്സ അല്ലെങ്കിൽ പാസ്ത ഇതെല്ലാം ഇവിടുത്തെ ഇറ്റലിയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവം. അപ്പൊ അതിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യണ ഒലീവ് ഓയിൽ അവിടെ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അവർ ഭയങ്കരമായിട്ട് ഒഫൻഡ് ആവും, അത് അവർ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് ഇതെല്ലാം. ഈ കാണുന്ന എല്ലാം പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ബാക്കിയായ എന്താ പറയാ റൂയിൻസ് ആണ്. ടെമ്പിൾസും അതേപോലെ അവരുടെ കൾച്ചറൽ സെൻറ്റേഴ്സിൻ്റെ ഒക്കെ ബാക്കിയാണ്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എല്ലാം ഇതുപോലെ റൂയിൻസ് ആണ്. ഇതിനെ ബാക്കി കിട്ടിയതെല്ലാം എടുത്ത് അത്രയും എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ റൂയിൻസ് എല്ലാം സൂക്ഷിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് ബാക്കി ഇങ്ങനെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ടൂറിസം മാർക്കറ്റും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ഇറ്റലിയിൽ കൊളോസിയത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇത് ആക്ച്വലി ഇതിന് വേറൊരു പേരെന്ന് പറഞ്ഞാൽ ഫ്ലാവിയൻ ആംപി തിയേറ്റർ. ഇത് ഒരു തിയേറ്ററാണ്. ഇതിനുള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററാണ്. ഈ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇതിന് ചുറ്റും പീരങ്കി നിന്ന് ആ ഹോൾസ് കറക്റ്റായിട്ട് സൂം ചെയ്ത ആ ഹോൾസ് എല്ലാം പീരങ്കി
വെച്ചിട്ട് പൊട്ടിച്ചാണ്, പക്ഷെ എന്നിട്ടൊന്നും പൊളിഞ്ഞില്ല. ചെറിയൊരു ഭാഗം പൊളിഞ്ഞു പോയി. ഇത് ഫുള്ളൊരു ആ ടോപ്പ് ഭാഗം കുറച്ച് കണ്ടോ പോയി. അത് മാത്രം കുറച്ചല്ല കുറച്ചധികം ഫുള്ള് റൗണ്ട് ആയിരുന്നു മൊത്തത്തില. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡും പോയിട്ടുണ്ട് അതല്ലേ. ഇത്രയും ഒരു ഹാഫ് ഭാഗം പോയി, എന്നാലും സ്റ്റിൽ അവിടെ ഇത്രയും ഉറപ്പോട് കൂടി അത് നിക്കാണ് അല്ലേ. 2 ദിവസം നിന്ന് പീരങ്കി പൊട്ടിച്ചിട്ടും ഇത് ഇത്രയും, അതായത് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, അത് ഭയങ്കര വലുതാ. എന്ത് വലുതാന്നറിയോ, ഞാൻ ഏറ്റവും സൂപ്പർ വൈഡിൽ ഇട്ടിട്ടാണ് ഈ കാണുന്നത് നിങ്ങള്. അത്രയും വൈഡായിട്ടുണ്ട്, ഒരു സർക്കിളിലുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് തിയേറ്റർ എന്ന് പറയുമ്പോൾ കുറേ എന്താ പറയുക ഇങ്ങനെ നാടകങ്ങൾ അങ്ങനത്തെ ഓരോ ട്രഡീഷണൽ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം പിന്നെ ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് മൊത്തം കണ്ടോ ആ പീരങ്കി വെച്ചിട്ടുള്ള ആ ഒരു ഈ ഓട്ടോട്ട, അതായത് അത്രയും പൊളിഞ്ഞു പോയിട്ടും ഇത്രയും നിലനിൽക്കുന്നുണ്ട്. കൊളോസിയത്തിന് അടുത്തായിട്ട് തന്നെ നമുക്ക് ആർക്ക് ഓഫ് കോൺസ്റ്റന്റൈൻ, ഏകദേശം നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഒക്കെ പോലെ ഗേറ്റ് കാണാൻ പറ്റും. കൊളോസിയൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പോ എൻ്റെ അടുത്ത് ബൈ പറയാൻ പോവാണ്. ഇനി ഞങ്ങൾ വീണ്ടും കാണും ഉറപ്പായിട്ടും. അതെ, വേറെ രാജ്യത്ത് വെച്ച് അല്ലേ. ഇവളും കുറെ ട്രാവലൊക്കെ ചെയ്യുന്നതാണ്. സോ വേറെ എവിടെയൊക്കെ വെച്ച് നമ്മൾ കാണും. ബൈ ബൈ, കാണാം. കുറെ നേരം കറങ്ങി ഇവിടെ കേരള റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടയർഡാണെന്ന്, കുറേ ദൂരം നടന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.